നിതിൻ, ഒരു കാര്യം കൂടി നമുക്കിനിയും CPM-ന്റെ കാര്യം എടുത്താൽ, ഇടതുപക്ഷത്തിന്റെ കാര്യം എടുത്താൽ അവർ വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അങ്ങ് ഡൽഹിയിൽ പോയി പ്രതിഷേധം ഒരുക്കുകയാണ്, അതിന് തയ്യാറെടുക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MP-മാരും ഒക്കെ ചേർന്ന് കളമൊരുക്കുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. വളരെ ഊഷ്മളമായ സ്വീകരണം തീർച്ചയായും മുഖ്യമന്ത്രി ചെന്ന് സ്വീകരിച്ചിരിക്കുന്നു. അത് പ്രോട്ടോക്കോളാണ്. എങ്കിലും എത്രമാത്രം CPM-ന് ഇതൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്? CPM ഉയർത്തുന്ന കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം, ഒപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ, പാർട്ടി സർക്കാർ നേരിടുന്ന ഭരണവിരുദ്ധ വികാരം, ഇതൊക്കെ എങ്ങനെ തിരിച്ചടിയാകും? അതിനിടയിൽ BJP എങ്ങനെ കളം പിടിക്കും എന്നാണ് കരുതേണ്ടത്? തീർച്ചയായും ഫിജി, കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം CPM നേതൃത്വവും ഇടതുമുന്നണി നേതൃത്വവും വലിയ പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരുണ്ട്. ഈ ഗവർണറെ കൊണ്ട് ഇത്തരത്തിൽ സർക്കാരിനെതിരെ കളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ തിരിയാനുള്ള ഒരു പ്രചോദനം നൽകുന്നത് BJP നേതൃത്വമാണെന്ന് CPM നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ളവരും നിരന്തരം ആക്ഷേപിക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ BJPക്കെതിരെ വലിയ സമരം CPM ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ കാരണം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കത്തിലാക്കുന്ന ഒരു നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്തർ മന്ദറിൽ അടുത്ത മാസം 8-ാം തീയതി ഇടതുമുന്നണി സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നിരവധിയായ മുൻ മന്ത്രിമാർക്കെതിരെയും CPM കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് കേസുകളിൽ അടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPM നേതാക്കന്മാരെ രാഷ്ട്രീയപരമായി വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമെന്ന് CPM നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ BJP കളം നിറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇതുവരെ UDF-ഉം LDF-ഉം കടന്നിട്ടില്ല. BJP ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ BJP കളം നിറയുമ്പോൾ അത് CPM-നെയും ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് CPM-ന് ആലപ്പുഴയിൽ മാത്രമാണ് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശബരിമല വിഷയങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആ തരംഗം അത്തരത്തിൽ ഒരു തരംഗവും സംസ്ഥാനത്തില്ല. പരമാവധി സീറ്റുകൾ നേടാം എന്നൊരു പ്രതീക്ഷ CPM ക്യാമ്പിനുണ്ട്. ആ CPM ക്യാമ്പിന്റെ ഒരേപോലെ CPM-ന്റെയും കോൺഗ്രസ് ക്യാമ്പിന്റെയും കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളെയും ഇരു രാഷ്ട്രീയ മുന്നണികളെയും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് BJP ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി കളം നിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഫിജി പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനോടൊപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സന്ദർശനം ഭയക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്നൊരു ഭയം ഇരു മുന്നണികൾക്കുമുണ്ട്. പ്രത്യേകിച്ച് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും CPM-നെതിരെയും BJP നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസും CPM-ഉം ന്യൂനപക്ഷത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ കയ്യിലെ കളിപ്പാവകളായ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നെന്ന് കഴിഞ്ഞ ദിവസം വരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പരമാവധി ഹൈന്ദവ ധ്രുവീകരണത്തിന് ഒരു സാധ്യതയുണ്ടോ, പരമാവധി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമോ, കൂടാതെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു പങ്ക് ഇത്തവണ സമാഹരിക്കാൻ കഴിയുമോ എന്ന ഒരു കാര്യമാണ് BJP പരമാവധി ശ്രദ്ധിക്കുന്നത്. ഇതിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇത്തവണ അവർക്ക് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഇത് ഒരുപോലെ ബാധിക്കുക ഇടതുമുന്നണിയെയും UDF-നെയും തന്നെയായിരിക്കും. അത് പ്രത്യേകിച്ച് CPM-നെയും കോൺഗ്രസിനെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നുണ്ട്, അങ്കലാപ്പിലാക്കുന്നുണ്ട് ഫിജി.